കാപ്സ്യൂള് അത് ഒരു ഭാവം കാണുമ്പോൾ ഒന്ന് ശല്യപ്പെടുത്താമോ എന്നൊരു ഇത്രയും തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് അഭിപ്രായം? ഹലോ ഹായ് അസ്സലാമു അലൈക്കും, വെൽക്കം ടു അസ്നാസ് കിച്ചൺ. ഞാൻ വനിതാ പാചകറാണി മത്സരത്തിലെ വനിതയുടെ മാഗസിനിലെ അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഞാൻ 5 റെസിപ്പി അയച്ചു കൊടുത്തിരുന്നു. അതിങ്ങനെ 3000 എൻട്രീസിൽ നിന്നും 30 ആളുകളിൽ ഞാൻ ഒരാളായി. അങ്ങനെ ഞാൻ കോഴിക്കോട് വനിതാ പാചകറാണി മത്സരത്തിലേക്ക് പങ്കെടുക്കാൻ പോയതാണ് കേട്ടോ. അപ്പോൾ മലപ്പുറത്ത് നിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. വയനാട്, തലശ്ശേരി, കണ്ണൂർ, പിന്നെ കോഴിക്കോട്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന്, പരപ്പനങ്ങാടി ഭാഗത്തുനിന്ന് ഒരാൾ കൂടി ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ മലപ്പുറം ടൗൺ ഭാഗത്തുനിന്ന് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഭയങ്കര സന്തോഷമായി. അങ്ങനെ ഈ ഒരു വലിയൊരു പ്ലാറ്റ്ഫോം കിട്ടിയതിന് ഒരുപാട് നന്ദി. ആദ്യം തന്നെ പഠിച്ചറപ്പോടെ സ്തുതി പറയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ ഒരു യാഷ് ഇൻ്റർനാഷണൽ ഹോട്ടലാണ് കേട്ടോ, കോഴിക്കോട് ടൗണിൽ തന്നെ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വരാം. എല്ലാവരോടും ഇരിക്കാൻ അഭ്യർത്ഥിക്കുകയാണ്. കണ്ടസ്റ്റൻസ് അല്ലാത്ത എല്ലാവരും ഈ ഒരു സെന്ററിൽ എത്തിയിരിക്കുന്ന ചെയറുകളിൽ ഇരിക്കണമെന്ന് വിനീതമായി കണ്ടസ്റ്റൻസിൽ എത്തിയിരിക്കുന്ന എല്ലാ കണ്ടസ്റ്റൻസിനും ഒരു വലിയൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരുപാട് പ്രതിസന്ധികളൊക്കെ നേരിട്ടായിരുന്നു. ഒരു ഇമ്പോർട്ടന്റ് കാര്യം ഓർമ്മിപ്പിക്കുന്നു. നമ്മളുടെ അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്നത് വെജിറ്റബിൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് 11:15 ആയിരുന്നു. ഇന്നത്തെ ടൈം വരുന്നപ്പോൾ അങ്ങനെ ഞാൻ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് അതിൻ്റെ കുക്കറിൽ വിസിൽ വരുന്നുണ്ട്. വെജിറ്റബിൾ കറിയാണ് ഞാൻ ഉണ്ടാക്കിയത്. വെജിറ്റബിൾ ജൽഫ്രൈസ് ആയിരുന്നു. പിന്നെ എനിക്ക് 5 റെസിപ്പി ഞാൻ വിട്ടേന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 5ഉം സെലക്റ്റഡ് ആയാൽ മാത്രമാണ് ഇതിലേക്ക് നമുക്ക് സെലക്ഷൻ കിട്ടത്തുള്ളൂ. 5 റെസിപ്പിയും ഹെൽത്തിയും പിന്നെ ഷെഫ്മാരൊക്കെ അതൊക്കെ ചെക്ക് ചെയ്ത് അപ്രൂവ് ആയ മാത്രമാണ് നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ എത്താൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ ഞാനിതാ ഒരുപാട് ടെൻഷനും കാര്യങ്ങളോട് കൂടി തന്നെ എല്ലാം കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ സെമി ഫൈനൽ റൗണ്ടിൽ നമുക്ക് വേണ്ടത് സ്നാക്കും വെജിറ്റബിൾ കറിയും നമ്മൾ ആദ്യമേ നമ്മൾ റെസിപ്പി വിട്ട അതേ റെസിപ്പി നമ്മൾ ഇവിടെ ലൈവ് കുക്കിങ്ങാണ് വേണ്ടത്. അപ്പോൾ ആശീർവാദും വനിതയും ഒരുമിച്ച് നടത്തിയ പരിപാടിയാണ് ഇത്. അതുകൊണ്ട് തന്നെ ആശീർവാദ ആട്ട ഉപയോഗിച്ചിട്ട് വേണം നമ്മളതിൽ ഈ ചേച്ചിയാണ് കേട്ടോ നമ്മുടെ വനിതാ പച്ചക്കറാണി 2024 തിരഞ്ഞെടുത്തത്. അല്ല, അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ ഈ ചേച്ചി ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ നമുക്ക് എൻ്റെ കൂടെ കോഴിക്കോട് മത്സരിച്ച അവർ തന്നെയാണ് ഇതിലും നമ്മളെ ഫസ്റ്റും 3ും കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഒരുപാട് സന്തോഷം. അവരെ അന്ന് നേരിട്ട് കാണാൻ പറ്റിയതും അവരുടെ ഫുഡ് കഴിക്കാൻ പറ്റിയതൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക്. ഇനിയും എനിക്ക് അവസരങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇനിയും ട്രൈ ചെയ്യും ഇത് വനിതാ പാചകറാണിയുടെ ഗ്രാൻഡ് ഫിനാലിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ സെമി ഫൈനൽ വരെ പോയതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ ഇതുപോലെ എല്ലാവരും എന്നെ പോലെ വന്നവരാണ് ഇതൊക്കെ. അപ്പോൾ ഇതാണ് സെക്കൻഡ് കിട്ടിയിട്ടുള്ള ആൾ കേട്ടോ. അപ്പോൾ ഇവരും തന്നെ അവരുടേതായ കുക്കിങ്ങും കാര്യങ്ങളിൽ. അപ്പോൾ വീഡിയോ ഞാൻ മോനെ കൊണ്ട് എടുപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും എനിക്ക് വ്ളോഗിടാ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എൻ്റെ സ്നാക്കിൻ്റെ സ്റ്റാർട്ട് ചെയ്തു. വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. ഞാൻ സ്നാക്കായിട്ട് റെസിപ്പി ഇട്ടിട്ടുള്ളത് ഡ്രാഗൺ കോൺ റാപ്പ് എന്നാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാ ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഡ്രാഗൺ ചിക്കനും പിന്നെ ലെച്ചൂസ് ഫില്ല് ചെയ്തിട്ട് കോൺ റാപ്പ് ചെയ്യാനാണ്.
അപ്പോൾ അതാ പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്നെ പോലെ എല്ലാവരും നല്ല ടെൻഷനിലും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഈ ഒരു വനിതാ പാചകറാണി എന്ന പ്ലാറ്റ്ഫോം വലിയൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് കേട്ടോ. എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു ഈ ഏറ്റവും വലിയതെന്ന് തന്നെ പറയാം. അതായത് ഞാൻ ഇതിനു മുമ്പ് വ്യാപാരി വ്യവസായിയുടെ അത് നമ്മളെ മലപ്പുറത്ത് വെച്ചിട്ട് അതും ഒരു വലിയ പ്ലാറ്റ്ഫോം തന്നെയാണ്. പക്ഷേ ഞാനിത് സ്വപ്നം കണ്ടെടുത്ത് എത്തിയത് ഞാൻ ഈ വനിതാ പാചകറാണിയിലാണ് കേട്ടോ. അതിനെനിക്ക് പെട്ടെന്ന് ഉണ്ടായിട്ടുണ്ടായിരുന്ന ഒരു കുക്കിംഗ് കോമ്പറ്റീഷനാണ്. പക്ഷേ ഇത് ഞാൻ ഒരുപാട് ദിവസങ്ങളെടുത്ത് റെസിപ്പി ഉണ്ടാക്കി ട്രൈ ചെയ്ത് വിട്ടു കൊടുത്തിട്ടുള്ളതാണ്. ഒരുപാട് ടെൻഷനും അടിച്ച് ഒരുപാട് ഉറക്കമൊഴിച്ചുണ്ടാക്കി അതിന് റിസൾട്ട് കിട്ടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം തന്നെയല്ലേ. എന്നെപ്പോലെ എല്ലാവരും അതിനായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. 15 കണ്ടസ്റ്റൻസാണ് ഇവിടെ മാറ്റിയെടുക്കുന്നത്. അതിൽ 14 പേര് വന്നു, ഒരാൾ എത്തിയിട്ടില്ലായിരുന്നു. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ മാക്സിമം ഞാൻ എഫർട്ട് എടുത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കറിയും സ്നാക്കൊക്കെ എല്ലാവരും കഴിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രാൻഡ് ഫിനാലയിൽ 3rd കിട്ടിയ ചേച്ചി. അത് നമ്മുടെ വയനാട്ടിൽ നിന്ന് വന്നതാണ്. പിന്നെ ഇതിൻ്റെ അടുത്ത് തന്നെ ഇവർ കണ്ണൂരുള്ളതാണ്. അങ്ങനെ എല്ലാവരും പരിചയപ്പെടാൻ പറ്റിയത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഈ ചേച്ചിയാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഫസ്റ്റ് പ്രൈസ് നമ്മളെ വനിതാ പാചകറാണിയുടെ 1 ലക്ഷം രൂപ സമ്മാനമായി കിട്ടിയത്. ഇതാണ് 3rd കിട്ടിയിട്ടുള്ള നമ്മുടെ വയനാട്ടിലെ ചേച്ചി. വളരെ ചെറിയ തക്കാളി അല്ലേ? ഓക്കെ. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്ക് ചിക്കൻ കോൺട്രാക്ട്, പിന്നെ വെജിറ്റബിൾ കറി, വെജിറ്റബിൾ ദാൽ റൈസ്, അതായത് കോൺഫ്ലവറും പൊട്ടറ്റോ ക്യാരറ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് കാഷ്യൂല് അത് ഒരു പാവം കാണുമ്പോൾ ഒന്ന് ശല്യപ്പെടുത്താതെ പോ എന്നിട്ട് ഇത്രയും തിരക്കിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ അങ്ങനെ എൻ്റെ കുക്കിങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. അതിൻ്റെ കോൺ റാപ്പും നമ്മുടെ വെജിറ്റബിൾ കറിയും ഞാനൊരു മിൻറ്റ് ടീ ഉണ്ടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ പ്രസൻറ്റേഷനും കൂടി മാർക്കുണ്ടല്ലോ. അപ്പോൾ അതെല്ലാം നല്ല സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ ഒരു ഹോട്ട് സോസും കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ ചില്ലി കാശ്മീരി ചില്ലി നന്നായിട്ട് ബോയിൽ ചെയ്തെടുത്തത് അത് ഒരു പേസ്റ്റാണ്. നമ്മളെ ഒരു സോസും അതിലൂടെ നമുക്ക് കച്ചപ്പിൻ്റെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയതായതുകൊണ്ട് തന്നെ അടിപൊളി ടേസ്റ്റി ആയിരുന്നു. നമ്മുടെ കോൺ റാപ്പും ഇതൊക്കെ കഴിച്ചിട്ട് നല്ല ടേസ്റ്റിയാണ് എല്ലാവരും പറഞ്ഞു കേട്ടോ. അതിന് എനിക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും വലിയൊരു സന്തോഷം തന്നെ. നമ്മൾ ഇത്രയും വലിയൊരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ടേസ്റ്റ് ഇല്ലാത്ത ഫുഡ് ഉണ്ടാക്കാനല്ലോ പറ്റില്ലല്ലോ. ഏറ്റവും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെ ഉണ്ടാക്കിയെടുത്തു. പക്ഷെ പിന്നെ നമുക്കോരോ ഭാഗ്യം കൂടി വേണം. എല്ലാ പ്ലാറ്റ്ഫോമും കടന്ന് അങ്ങ് തലക്കലെത്തണമെങ്കിൽ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു 4-5 മാസങ്ങളായിട്ടേ ഉള്ളൂ ഞാൻ ഇങ്ങനെ ഒരു ഇതിലേക്ക് ഇറങ്ങിയിട്ട്. അപ്പോൾ എനിക്ക് തന്നെ ഇത്രയും വലിയ പ്ലാറ്റ്ഫോമുകൾ കിട്ടുക എന്ന് പറഞ്ഞാലും ഒരു ഭാഗ്യവതി തന്നെയാണ്. അപ്പോൾ അത് ഇത്രയും വലിയ ഒരു ഇതിൽ എല്ലാവരും ഡെക്കറേറ്റ് ചെയ്ത് എല്ലാവരും അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ജഡ്ജസ് ഓരോ ടേബിളായിട്ട് ചെക്ക് ചെയ്യാൻ വരുന്നുണ്ട്. അപ്പം നമ്മുടെ കൂടെയുള്ളവരെല്ലാവരെയും പുറത്താക്കിയിട്ടുണ്ട്. നമ്മളെ കണ്ടസ്റ്റൻസ് മാത്രമാണ് അവരുടേതായ ഡിഷിൻ്റെ അടുത്ത് ഇരിക്കേണ്ടത്. അപ്പോൾ ജഡ്ജ്മെൻറ്റിന് ശേഷം മാത്രമാണ് പിന്നെ നമ്മുടെ കൂടെ വന്നവരെയും എല്ലാവരെയും ഉള്ളിലേക്ക് കയറ്റിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതാ എൻ്റെ ജഡ്ജ്മെൻറ്റിനായിട്ട് ഞാൻ എല്ലാം ഡീറ്റെയിലായിട്ട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഒരുപാട് ടെൻഷനോട് കൂടെയാണ് ഇത് അവിടെ ഇരുന്നത് കേട്ടോ. സത്യം പറഞ്ഞാൽ എനിക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാക്കുമ്പോഴും റിസൾട്ട് വരുമ്പോഴും ചെക്ക് ചെയ്യുമ്പോഴും ഒക്കെ. പിന്നെ ഇത് ന്യൂട്രീഷനാണ്, പിന്നെ മറ്റേ ഷെഫാണ്. അപ്പോൾ എല്ലാവർക്കും ഓരോതായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നോക്കുമല്ലോ. പിന്നെ ഇതാട്ടോ ഫെമി മുനീർ എന്ന് പറയുന്ന ഇവരാണ് നമ്മളെ ദം ബിരിയാണിയിൽ 3rd പ്ലേസ് കിട്ടിയിട്ടുള്ള ആൾ. 3rd or 2nd എങ്ങാണ്ടാണ്. ഇപ്പോഴും നമ്മുടെ
ദംക്യൂനിലും പങ്കെടുത്ത് വീഡിയോ ഞാൻ കണ്ടു കേട്ടോ. അപ്പോൾ അവരെ പരിചയപ്പെടാൻ പറ്റിയതും നമുക്ക് ഒരു വലിയ സന്തോഷം തന്നെയാണ് കേട്ടോ. ഇങ്ങനെയുള്ള എല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുന്നു, അവരുടേതായ കുക്കിങ്ങുകളും കാര്യങ്ങളും ടേസ്റ്റും ഒക്കെ അറിയാൻ പറ്റും. അപ്പോൾ അതാ എൻ്റെ ചെക്കിങ് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പുറത്തെ ടേബിളിലേക്ക് പോയത്. അപ്പോൾ ഞാൻ അത് നോക്കിയിരിക്കുകയാണ്. ഇതാട്ടോ ഫെമിത്താൻ്റെ ഫുഡ്. ഈ ആട്ടൻ്റെ ഒരു ഫോൾഡ് ഓവർ മറ്റേ ബീഫ് കീമ ഫില്ലിങ് വെച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ടത്, ഇത് സ്നാക്കാക്കി. ഇത് ഗ്രേവി നമ്മുടെ സാധാ ഹോൾ കൊറിയാണ്ടർ സീഡ്സ് എല്ലാം ഇട്ടിട്ട് അങ്ങനെ ഹെൽത്തി ആയിട്ടാണ് ആക്കിയെന്ന് പറഞ്ഞാൽ. പിന്നെ ഒരു സാലഡും ഡ്രൈ ഫ്രൂട്ട്സ്. നിങ്ങൾക്ക് പിന്നെ കുറച്ച് എന്താ തോന്നുന്നത്? അങ്ങനെ അവിടെ നിന്ന് ഇവർക്ക് 3 പേർക്കും സെലക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. പിന്നെ ഈ ചേച്ചി ഗ്രാൻഡ് ഫിനാലയിൽ പോയതും വീഡിയോസൊക്കെ എനിക്ക് ഓരോരുത്തർ സെൻഡ് ചെയ്ത് തന്നിരുന്നു കേട്ടോ. അപ്പോൾ ആ ചേച്ചി 3rd പ്ലേസും ഫസ്റ്റ് പ്രൈസ് നമ്മുടെ ശില ചേച്ചിയൊക്കെ. 1ാം സ്ഥാനം ആ ഓർഡറിലാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. ഈ വർഷത്തെ പാചകരാണി ആരാണെന്ന് അറിയാനായിട്ട് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണെന്നറിയാം. എന്നാലും നിങ്ങളുടെ ഒരു ഗസ് 3ാം സ്ഥാനത്തേക്ക്, ആദ്യം 3ാം സ്ഥാനമാണ് അനൗൺസ് ചെയ്യാൻ പോകുന്നത്. 3ാം സ്ഥാനത്തേക്ക് ഇപ്പോൾ എല്ലാം ഓൾമോസ്റ്റ് എല്ലാവരും ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. 3ാം സ്ഥാനത്തേക്ക് ആരാണ് വരുന്നതെന്ന് എനിക്ക് ഗസ്? ആർക്കെങ്കിലും എന്തെങ്കിലും? ട്രൈബൽ ഫുഡാണോ 3ാം സ്ഥാനത്ത് വരാൻ യോഗ്യത തോന്നിയോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയോ? അനൗൺസ് ചെയ്തേ. ഒരു സമ്മാനം നേരത്തെ കണ്ടോ? 3ാം സ്ഥാനം ചൈനി. ആ പേര് പ്രൊനൗൺസ് ചെയ്യാൻ എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. മേലൊരു നമ്മുടെ 3ാം സ്ഥാന വിജയി, ഇന്നത്തെ 2nd റണ്ണറപ്പ് ചൈനി ചിങ്ക്ര. അത് തൊണ്ട കൊണ്ട് പ്രത്യേക സൗണ്ടിലാണ് അത് പറയുന്നത്. അതെനിക്ക് അറിയാൻ പാടില്ല, ക്ഷമിക്കണം. ചൈനി ചിങ്ക്ര, അത് ഞാൻ പിന്നീട് പറഞ്ഞ് കേൾപ്പിക്കാം. ഞാൻ ഇന്ദുവിനെ കൊണ്ട് പിന്നെ പറയിപ്പിക്കാതെ. വയനാട്, കോഴിക്കോട് നിന്നും വന്ന മത്സരാർത്ഥിയാണ്. പിന്നെ ആ ഡിഷിന്റെ പേരും പറയാൻ പ്രയാസമാണ്. നൂൽപുട്ടും ഞണ്ട് എക്കിരി എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പറയാൻ പറ്റാത്ത പേരുകളാണ്. പക്ഷെ എന്തായാലും ഗോത്രവർഗക്കാരിയാണ് ഇതിലെ 3ാം സ്ഥാന വിജയിയാവുന്നത്. ഇതൊരു ചരിത്രമാണ്. വനിതയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ചരിത്രമാണ്. ഈ വനിതാ പാചകറാണിയിലെ 3ാം സ്ഥാനക്കാരി വയനാട് നിന്നുള്ള പട്ടക്കുറുമ വിഭാഗത്തിൽപ്പെട്ട ഗോത്രവർഗക്കാരിയാണ്. അസാധ്യമായൊരു അതിനകത്ത് ഞാൻ കുറെ സാധനം ടേസ്റ്റ് ചെയ്തായിരുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ 2-3 കിഴങ്ങുകൾ ചേർത്തുണ്ടാക്കിയ ഒരു ഹൽവ ഉണ്ടായിരുന്നു. അസാധ്യമായ സ്വാദായിരുന്നു. അപ്പൊ 3ാം സ്ഥാനം വിജയാണ്. എല്ലാവരും ചേർന്ന് ഒരു ഗംഭീര കൈ കൊടുക്കും. ആദ്യം സാഷ് അണിയിക്കുകയാണ്. ആശീർവാദ് വനിതാ പാചകറാണി 2024. 2nd runner-up ചൈനി ചിങ്ക്ര ഫ്രം വയനാട്. കൺഗ്രാറ്റുലേഷൻസ്. ഇനി സർട്ടിഫിക്കറ്റ് ആണ്, 3ാം സ്ഥാനത്തിലുള്ള സർട്ടിഫിക്കറ്റ് റഷീദ് സാറാണ് നൽകുന്നത്. എല്ലാവരും ചേർന്നൊരു ഗംഭീര കേടി. എല്ലാവരും ചേർന്നൊരു ഗംഭീര കയറി കൊടുക്കാം. ഇനി ചെക്കാണ്. ടിജി ഈ വർഷത്തെ വനിതാ പാചകരാണ്.
ഞാൻ അനൗൺസ് ചെയ്യണോ ജഡ്ജസിനെ കൊണ്ട് അനൗൺസ് ചെയ്യിപ്പിക്കണം? എന്ത് വേണം? ഇനി ഗസ് ആർക്കെങ്കിലും എന്തെങ്കിലും? വിവ അല്ല, നമ്പർ 5 ജില്ല പറഞ്ഞു. പാലക്കാട്. ആരാ പറഞ്ഞത്? പാലക്കാട് നിന്നാണ് ഷീല സോമൻ. ഷീല സോമൻ വനിതാ പാചകരാണി. ആശീർവാദ് വനിതാ പാചകരാണി 2024. ഷീല സോമൻ ഈ കൈയടി ഒരുപാട് പിന്നെ ഒരുപാട് ഡിഷസ് ജഡ്ജസ് എഴുതിയിട്ടുണ്ട്. ചെമ്മീൻ മിക്സ് വെജ് തീയലാണ്. പിന്നെ ആശീർവാദ് ബോൾസ്, പിന്നെ ജാഗരി ഹീറോ. ഹീറോ. ഓക്കെ, അപ്പോ കൺഗ്രാറ്റുലേഷൻസ്. ചൂടോടുകൂടി സാഷൊക്കെ അണിയിക്കുന്നതിന് മുമ്പ് തന്നെ ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ, എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ഈ എക്സൈറ്റ്മെന്റ് പോയാൽ പിന്നെ കിട്ടില്ല. ഒരിക്കലും കിട്ടുമെന്ന് വിചാരിച്ചിട്ടില്ല. പക്ഷെ ദൈവം സീമയ്ക്ക് അല്ല വീട്ടിൽ ഞങ്ങൾ ഗണപതി ഭവനെ ഞാൻ നല്ല. പിന്നെ എന്താ, ഞാൻ നീലഗിരിയിലായിരുന്നു. പിന്നെ ഹസ്ബൻഡിനെ പറഞ്ഞു, കുറെ ബുദ്ധിമുട്ടി. മിഞ്ഞാന്ന് കോഴിക്കോട് പോയി. പിന്നെ കാലുവേദന ഉണ്ട്, ഇനിയിപ്പോ മോളിലെടുത്തേക്ക് പോകണം, ന്യൂസിലാൻഡിലേക്ക് പോവുക. അപ്പൊ എന്നോട് പറഞ്ഞു ഇതോട് കൂടിയിട്ട് നീ നിർത്തണം, ഇനി വരിക ചെയ്യരുത്. പക്ഷെ ഞാൻ വരില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇത് കണ്ട് അറിയാതെ അങ്ങോട്ട് ഉറങ്ങിയിട്ട് എത്ര ദിവസമായിന്നറിയോ? ഈ 5 ഡിഷസ് ഞാൻ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, ഞങ്ങളൊരു ബുക്ക് ഇറക്കിയിട്ടുണ്ട് 4 പേര് കൂടിയിട്ട്, ടേസ്റ്റി ഹാൻഡ്സ് പറഞ്ഞിട്ട്. അപ്പൊ അവര് പറഞ്ഞു ചേച്ചി അതൊക്കെ ചെയ്യണം പറഞ്ഞു. അപ്പൊ ഞാൻ ഭർത്താവ് പറയൂ, നിങ്ങൾ കേട്ട എവിടെയും ചെണ്ടപ്പുറത്തേക്ക് എന്തില്ല ഉത്സവത്തിനൊക്കെ പോണില്ലേ, അതേപോലെ പാചകം എന്ന് പറഞ്ഞ എന്റെ ഒരു പാഷനായിട്ടുണ്ട് ഇപ്പൊ. അതാണ് ആദ്യമൊന്നും ഉണ്ടാക്കാറിഞ്ഞിരുന്നില്ല. പക്ഷെ നീലഗിരി പോയിട്ട് ഞങ്ങൾക്ക് അവിടെ വിദേശികൾ കുറെ വരും. അപ്പൊ അവരെന്താ പറയാ, ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, സോമ, ഹസ്ബൻഡ് പേര് സോമന, അയ്യോ സോമ ഞാനൊരു തോരൻ ഉണ്ടാക്കി ക്യാബേജ്, അതിൽ ഒരു പൊട്ടയ്ക്ക് വെള്ളം ഒഴിച്ചു കല്യാണം കഴിഞ്ഞ സമയത്ത്. എന്നിട്ട് എത്രയായിട്ട് അവിടെ ആവണില്ല, പറ്റില്ല. ഇത് ഞാൻ പിഴിഞ്ഞു കളഞ്ഞു. അപ്പോഴും അറിയില്ല. പക്ഷെ ഞാൻ കളരിയൊക്കെ പഠിച്ചതാണ്, കളരി പഠിച്ചിട്ടുണ്ട്, ഒരു ആക്ടിവിറ്റി നല്ല ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെ പാടും, കുറച്ച് പാടും, അങ്ങനെയൊക്കെ. പിന്നെ എനിക്ക് തോന്നിയിട്ടാ, പിന്നെ അയാൾ വന്ന് എന്തെങ്കിലും കൊടുക്കാതുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ച ദൈവമേ, സോമം എന്തൊരു കഷ്ടപ്പാടാവും സോമനെ ഇങ്ങനെ ഭക്ഷണം. പിന്നെ ഇയാൾ എന്നെ ഒരു 4 കൊല്ലം കഴിഞ്ഞിട്ട് വന്നു വീട്ടിലേക്ക് വന്നപ്പോ എന്താ പറയുന്നത്, എന്താ ടേസ്റ്റ് കറിക്കുന്നേ. പിന്നെ അതാണ് നമുക്ക് കൈപ്പുണ്യം വേണ്ടതുള്ളൂ, അല്ലാതെ വലിയ ഇതൊന്നും വേണ്ട. കൈപ്പുണ്യം ഉണ്ട് ചേവിടെ. എന്റെ അമ്മ നന്നായിട്ട് ഉണ്ടാക്കും. അപ്പൊ അമ്മ പറയും, ചട്ടിയിൽ നിന്ന് മീൻകറി ഉണ്ടാവുമല്ലോ ചട്ടിയിൽ. അപ്പൊ എന്നോട് പറഞ്ഞ, മോളെ നാളേക്ക് വേണട്ടാ മീനിന്ന്. പക്ഷെ അതിന് ശേഷം ചോറിട്ടുണ്ടാലേ എന്ത് രസം ചട്ടി. അങ്ങനെയൊക്കെ ഒരു ഓർമ്മയുണ്ട്. അപ്പൊ അച്ഛനും അമ്മയില്ല, നമ്മുടെ കൈപ്പുണ്യാണ് കിട്ടിയാണ്. പിന്നെ എന്താ പറയാ, സന്തോഷം. അപ്പോ സന്തോഷം. ഇനി പിന്നെ സർട്ടിഫിക്കറ്റ് നൽകുന്നതിന് വേണ്ടിയിട്ട് സജീവ് സാറിനെ ലക്ഷ്മി മാമാണ് സർട്ടിഫിക്കറ്റ് നൽകുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. സജീവ് സാറിന്റെ ചെക്ക് നൽകുന്നതിന് ഷീല വേഗം കോളുവാ, വീഡിയോ കോളുവാ. തീരുന്നില്ല, ഇനിയുണ്ട് സമ്മാനങ്ങൾ. ആശീർവാദിന്റെ ഭാഗത്തു നിന്നൊരു കാർട്ട് നിറയെ ഇനി ഈ മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ പേർക്കും ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ട്, അതുപോലെ സർട്ടിഫിക്കറ്റ്സും ഉണ്ട്. ഞാൻ സ്വാഗതം ചെയ്യാം. എല്ലാവർക്കും 5,000 റുപ്പീസും ക്യാഷ് പ്രൈസ് ഉണ്ട്. അപ്പൊ ഞാൻ സ്വാഗതം ചെയ്യാണ്. ബാക്കി മത്സരം ഇതിനകത്ത്
അങ്ങനെ ഒരുപാട് സന്തോഷം, സെമി ഫൈനൽ വരെ എത്തിയല്ലോ എന്നുള്ള സന്തോഷമുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വനിതാ പാചകറാണിയിലേക്ക് പോയതും അവിടുത്തെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തതൊക്കെ. അതിനുശേഷം ലുലുമാളൊക്കെ ഒന്ന് കറങ്ങിപ്പോന്നു. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാനും ലേബൽ ബട്ടൺ നെക്ക് അമർത്താനും ഒന്നും മറക്കരുത് കേട്ടോ.